we have a theorem, Cassini's formula. Fn minus 1 into Fn plus 1 minus Fn square equal to minus 1 all raised to n for n greater than or equal to 2. That is, n greater than or equal to 2 ആയിട്ടുള്ള ഇൻറ്റീജേഴ്സിന്, that is 2, 3, 4, 5, etc. അങ്ങനെയുള്ള എല്ലാ ഇൻറ്റീജേഴ്സും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. That equation is known as the Cassini's formula. Here Fn is the Fibonacci numbers. That is, we have f1 equal to 1, f2 is again 1, and f3 equal to 1 plus 1, that is 2, and f4 that's equal to 2 plus 1, 3, f5 that is f4 plus f3, that is 3 plus 2, that is equal to 5, etc. So in general, we know that the Fibonacci numbers are given by Fn. Fn എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തത്, Fn minus 1 plus Fn minus 2. That is the Fibonacci numbers. So here Fn minus 1ഉം Fn plus 1ഉം മൾട്ടിപ്ലൈ ചെയ്തിരുന്ന് Fn സ്ക്വയറും മൈനസ് ചെയ്താൽ minus 1 all raised to n കിട്ടും. For every n greater than or equal to 2, ഇതാണ് Cassini's formula. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂഫ് ഈസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് കേസ് n greater than or equal to 2, n equal to 2, 3, 4, 5, etc. അതിനാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ചെറിയ കേസ് എന്ന് പറഞ്ഞാൽ n equal to 2 ആണ്. സോ ഫോർ n equal to 2 we have Fn minus 1, അതായത് ലെഫ്റ്റ് സൈഡ് നമ്മുടെ Cassini's ഫോർമുലയുടെ ലെഫ്റ്റ് സൈഡ് Fn minus 1 into Fn plus 1 മൈനസ് Fn സ്ക്വയർ equal to n-ന് 2 കൊടുത്താൽ ഇറ്റ് ഈസ് f2 minus 1 into f2 plus 1 minus f2 square, that is f1 into f3 minus f2 square. f1 എന്ന് പറഞ്ഞാൽ that is 1, f3 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 minus f2 എന്ന് പറഞ്ഞാൽ again 1, that is 1 square, that is 2 minus 1, that's equal to 1. ഈ 1-നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 equal to minus 1 സ്ക്വയർ എന്ന് എഴുതാം. that's equal to minus 1. 2 എന്ന് പറഞ്ഞാൽ 2 ആണ് ഇവിടുത്തെ n, minus 1 raised to n, sorry n. അപ്പോൾ ഫസ്റ്റ് കേസിൽ, അതായത് n equal to 2 ആകുന്ന കേസിൽ റിസൾട്ട് ട്രൂ ആണ്. നൗ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ചെയ്യുന്നത് n equal to ഫസ്റ്റ് കേസ് അവിടെ 2 ആണ്, അതിന് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ദെൻ n equal to ഒരു നമ്പർ k, n equal to k where k is greater than or equal to 2. k എന്ന് പറയുന്നത് greater than or equal to 2, അതിൽ 2ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി n equal to kക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. assume that the result is true for some integer k greater than or equal to 2. so assume ചെയ്തതനുസരിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടും, that is fk minus 1 into fk plus 1 minus fk square equal to minus 1 all raised to k. So now we have to show that the result is true for n equal to k plus 1. അപ്പോൾ n equal to k plus 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ്, that is Cassini's ഫോർമുലയുടെ ലെഫ്റ്റ് സൈഡ് ഇതായിരുന്നു, Fn minus 1 into Fn plus 1 minus Fn square. അപ്പോൾ k plus 1 കൊടുത്താൽ f k plus 1 minus 1, f k plus 1 plus 1 minus fk plus 1 square, that's equal to fk plus 2 minus fk plus 1 whole square. So that's equal to fk ഈ fk plus 2നെ നമുക്ക് ബൈ ഫിബൊനാച്ചി നമ്പേഴ്സ് അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് അതിൻ്റെ തൊട്ട് മുന്നുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തായിരിക്കും fk plus 1 എന്ന് എഴുതാം. fk plus 2ൻ്റെ തൊട്ട് മുന്നുള്ള രണ്ട് ഫിബൊനാച്ചി നമ്പേഴ്സ് fkയും fk plus 1 ആണ്, മൈനസ് fk plus 1 സ്ക്വയർ ആദ്യമുള്ളത്.
ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് കെ സ്ക്വയർ ദെൻ എഫ് കെ ഇൻറ്റു എഫ് കെ പ്ലസ് 1 എഫ് കെ ഇൻറ്റു എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ പ്ലസ് 1 സ്ക്വയർ. So that's equal to fk square minus ഇന്ന് എഫ് കെ പ്ലസ് 1 രണ്ടിലും കോമൺ ആണ്. അപ്പോൾ മൈനസ് എഫ് കെ പ്ലസ് 1 ഔട്ട് സൈഡ് എടുത്തു. സോ എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ പ്ലസ് 1 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ അവിടെ ഒരു എഫ് കെ പ്ലസ് 1 ഉണ്ടാവും. ദെൻ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും, എഫ് കെ ഉണ്ടാവും. സോ എഫ് കെ സ്ക്വയർ മൈനസ് എഫ് കെ പ്ലസ് 1 എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എഫ് കെ പ്ലസ് 1 എന്ന് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്പറായ എഫ് കെ മൈനസ് ചെയ്താൽ അതായത് എഫ് കെ വരും, എഫ് കെ പ്ലസ് 1 വരും. ഇവിടെ അതിൻ്റെ തൊട്ട് മുന്നേ എഫ് കെ മൈനസ് 1 ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് എഫ് കെ പ്ലസ് 1 പ്ലസ് എഫ് കെ ആഡ് ചെയ്താലാണ് എഫ് കെ പ്ലസ് 1 കിട്ടുക. സോ എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ ആണ്. മൈനസ് എഫ് കെ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എഫ് കെ പ്ലസ് 1 കിട്ടും. സോറി, എഫ് കെ മൈനസ് 1 എഫ് കെ മൈനസ് 1 എന്ന് കിട്ടും. എഫ് കെ പ്ലസ് 1 എന്ന് എഫ് കെ മൈനസ് ചെയ്താൽ എഫ് കെ മൈനസ് 1 എന്ന് കിട്ടും. സോ ഇതിന് പകരം എഫ് കെ മൈനസ് 1 എന്ന് കൊടുക്കാം. അപ്പോൾ എഫ് കെ സ്ക്വയർ മൈനസ് എഫ് കെ പ്ലസ് 1 ഇൻറ്റു എഫ് കെ മൈനസ് 1. സോ ഇതൊന്ന് നമ്മൾ നെഗറ്റീവ് ഔട്ട് സൈഡ് എടുക്കുന്നു, നെഗറ്റീവ് ഓഫ്. അപ്പോൾ ഈ ടേം ആദ്യം വരും, എഫ് കെ പ്ലസ് 1 എഫ് കെ മൈനസ് 1 മൈനസ് എഫ് കെ സ്ക്വയർ. സോ ഇതെന്താണ്? എഫ് കെ പ്ലസ് 1 എഫ് കെ മൈനസ് 1 മൈനസ് എഫ് കെ സ്ക്വയർ. നമ്മൾ ആദ്യം ഇവിടെ എഴുതിയിട്ടുണ്ടാവും എൻ ഈക്വൽ ടു കെക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തപ്പോൾ എഫ് കെ മൈനസ് 1 എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 റേസ് ടു കെ ആണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് മൈനസ് 1 റേസ് ടു കെ, ഒരു മൈനസ് ഇവിടെ ഉണ്ട്, ബ്രാക്കറ്റിലുള്ളതിന് പകരം ആൾറെഡി ഉള്ള മൈനസ് പിന്നെ ഒരു മൈനസ് 1 റേസ് ടു കെ. ദാറ്റ് ഈസ് ഈ മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. മൈനസ് 1 ഇൻറ്റു മൈനസ് 1 റേസ് ടു കെ, ദാറ്റ് ഈസ് മൈനസ് 1 ഹോൾ റേസ് ടു കെ പ്ലസ് 1. സോ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എടുത്തത് എഫ് കെ പ്ലസ് 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്, എൻ ഈക്വൽ ടു കെ പ്ലസ് 1 ആകുമ്പോൾ. സോ ദ തിയറം ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു കെ പ്ലസ് 1 ആൾസോ. ദാറ്റ് ഈസ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ the formula is true for every n greater than or equal to 2. So that is Cassini's formula. Now next we have another type of numbers, that is Lucas numbers. Lucas numbers are closely related to Fibonacci numbers. The numbers 1, 3, 4, 7, 11 etc. named after Lucas are the Lucas numbers. Lucas numbers is denoted by Ln are defined recursively as follows. ഒരു ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് ലൂക്കാസ് നമ്പേഴ്സ്. 1, 3, 4, 7 എക്സെട്ര 7, 11 എക്സെട്ര അതാണ് ലൂക്കാസ് നമ്പേഴ്സ്. Ln എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും, ക്യാപിറ്റൽ L സഫിക്സ് സ്മോൾ n. ആൻഡ് അതിൽ L1-ഉം L2-ഉം ഫിക്സഡ് ആണ്. L1 1 ആയിരിക്കും, L2 3 ആണ്. ഇനി അടുത്ത നമ്പർ കിട്ടാൻ നമ്മൾ ഫിബൊനാച്ചി നമ്പേഴ്സിൻ്റെ അതേപോലെ 3 + 1 L3 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. L4 എന്ന് പറഞ്ഞാൽ, അതായത് L3 എന്ന് പറഞ്ഞാൽ L1 + L2. ഇനി L4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാം. L2 + L3 എന്ത് വരും? L2 + L3 എന്ന് പറഞ്ഞാൽ 7. then L5 എന്ന് പറഞ്ഞാൽ L3 + L4 that is 4 + 11 4 + 7 11. So 1 3 4 7 11
18 എക്സെട്ര. ഈ നമ്പേഴ്സിനെയാണ്, ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് LN എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, ലൂക്കാസ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ L1 = 1, L2 = 3, അത് ഇനീഷ്യൽ കണ്ടീഷനാണ്, അത് ഫിക്സഡാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ളത്, അതായത് n ≥ 3, 3 മുതൽ അങ്ങോട്ടുള്ളത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യും. അതായത് LN എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നുള്ള നമ്പേഴ്സ്, എന്നിൻ്റെ തൊട്ട് മുന്നുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n-1 ഉം n-2 ആണ്. സോ വി ഗെറ്റ് LN = LN-1 plus LN-2. That is the Lucas numbers. This is for n ≥ 3. So next we have an important formula, that is Binet's formula. Binet's formula is given by, Binet's formula is actually an expression for Fibonacci numbers and Lucas numbers. രണ്ട് ഫോർമുലാസ് ഉൾപ്പെടുന്ന ഒരു പെയർ ഓഫ് ഫോർമുലേനെയാണ് നമ്മൾ ബിനെറ്റ്സ് ഫോർമുല എന്ന് പറയുന്നത്. FN, അതായത് ഫിബനോക്കി നമ്പേഴ്സ് ആണ്. α⁻n - β⁻n divided by α - β, and LN, Lucas numbers, equal to α⁻n plus β⁻n. ഈ രണ്ട് ഫോർമുലേസിനെയാണ് നമ്മൾ ബെനറ്റ്സ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി ആൽഫയും ബീറ്റയും എന്താണെന്ന് നോക്കാം. ആൽഫ ആൻഡ് ബീറ്റ ആർ ടു റൂട്ട്സ് ആണ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്: x² - x - 1 = 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് റൂട്ട്സ് ആണ് ഉണ്ടാവുക. അതിൻ്റെ റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്ക്രിമിനൻ്റ് കണ്ടിട്ട് -b ± √b² - ac ആ ഫോർമുല ഉപയോഗിച്ചു. x = ഇവിടെ a എന്ന് പറഞ്ഞാൽ 1, b -1 ആണ്, c യും -1 ആണ്. അപ്പോൾ -b -1 ± √(-1² - 4 × 1 × -1 divided by 2 × 1. That is 1 ± √5 എന്ന് കിട്ടും by 2. അപ്പോൾ ഒരു റൂട്ട് 1 + √5/2 ഉം രണ്ടാമത്തെ റൂട്ട് 1 - √5/2 ആണ്. അപ്പോൾ ഒന്നിനെ ആൽഫ എന്ന് വിളിച്ചു, രണ്ടാമത്തേനെ ബീറ്റ എന്ന് വിളിച്ചു. ഇതാണ് ആൽഫയും ബീറ്റയും. x² - x - 1 = 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫിബനോക്കി നമ്പേഴ്സിനും ലൂക്കാസ് നമ്പേഴ്സിനുമുള്ള രണ്ട് എക്സ്പ്രഷൻ എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി ബിനെറ്റ്സ് ഫോർമുല. Now we have a problem. Prove that sigma I = 1 to n Li = Ln + 2 - 3 for n ≥ 1. L എന്ന് പറഞ്ഞാൽ ലൂക്കാസ് നമ്പേഴ്സ് ആണ്. സോ ഇതും നമ്മൾ പ്രൂവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് n ≥ 1 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്പർ n = 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സിഗ്മ I = 1 to n Li എന്ന് പറയുന്നത് n1 ആകുമ്പോൾ സിഗ്മ I = 1 to 1 ഒറ്റ ടേമേ ഉണ്ടാവുള്ളൂ Li. ദാറ്റ് ഈസ് ഈക്വൽ ടു L1. L1 എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. അപ്പോൾ 1 എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 1 എന്ന് കിട്ടി. ഇനി റൈറ്റ് സൈഡും 1 ആണോ എന്ന് കിട്ടണം. അതായത് Ln + 2 - 3 ആണ് റൈറ്റ് സൈഡ്. Ln + 2 - 3. അപ്പോൾ n-ന് 1 കൊടുത്താൽ L1 + 2 - 3, ദാറ്റ് ഈസ് L3 - 3. L3 നമുക്കറിയാം. L3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 - 3 = 1. അപ്പോൾ റൈറ്റ് സൈഡ് കിട്ടിയത് 1 ആണ്, ലെഫ്റ്റ് സൈഡ് കിട്ടിയതും 1 ആണ്. സോ നമുക്ക് എന്ത് പറയാം? n = 1-ന് ട്രൂ ആണ് റിസൾട്ട് എന്ന് പറയാം. Formula is true for n = 1. Now assume that the formula is true for n =
a positive integer n equal to k, where k is greater than or equal to 1. 1-നേക്കാൾ വലിയ ഒരു ഇൻറ്റിജർ അതിന് ട്രൂ ആണെന്ന് സപ്പോസ് ചെയ്തു. സോ ബൈ സപ്പോസിഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു 1 to k, li എന്തായിരിക്കും lk പ്ലസ് 2 മൈനസ് 3. അങ്ങനെ നമ്മൾ ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to k പ്ലസ് 1 li. അതിന് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് ഐ ഈക്വൽ ടു കെ പ്ലസ് 1 വരെയുള്ള സം എന്ന് പറയുമ്പോൾ കെ വരെയുള്ള സമ്മ് പ്ലസ് കെ പ്ലസ് 1th ടേം എന്ന് എഴുതാൻ പറ്റും. സിഗ്മ ഈസ് ഈക്വൽ ടു 1 to k li പ്ലസ് ഒരു ടേം കൂടെ എൽ കെ പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഈ ടേം ഫസ്റ്റ് ടേം എൽ കെ പ്ലസ് 2 മൈനസ് 3 പ്ലസ് എൽ കെ പ്ലസ് 1. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ അതായത് എൽ കെ പ്ലസ് 2 പ്ലസ് എൽ കെ പ്ലസ് 1 മൈനസ് 3. എൽ കെ പ്ലസ് 2 പ്ലസ് എൽ കെ പ്ലസ് 1 എന്താണ്? അതായത് എൽ കെ ഉണ്ടാവും, തൊട്ടടുത്ത നമ്പർ എൽ കെ പ്ലസ് 1 എൽ കെ പ്ലസ് 2. അപ്പോൾ ലൂക്കാസ് നമ്പേഴ്സിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ തൊട്ടടുത്ത നമ്പർ കിട്ടണം, എൽ കെ പ്ലസ് 3 എന്ന് കിട്ടണം. സോ വി ടേക്ക് എൽ കെ പ്ലസ് 3 മൈനസ് 3. ദറ്റ് ഈസ് ഇതിനെ നമുക്ക് എൽ കെ പ്ലസ് 1 പ്ലസ് 2 എന്ന് എഴുതാം. എൽ കെ പ്ലസ് 3നെ കെ പ്ലസ് 1 പ്ലസ് 2 എന്ന് എഴുതാം, മൈനസ് 3. So the result is true for k plus 1 also. So by the principle of mathematical induction, the result is true for every n. That is sigma I is equal to 1 to n li equal to ln plus 2 minus 3 for every n greater than or equal to 1 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. Now next we have another problem. Using Binet's formula, prove the following. First one, fn minus 1 plus fn plus 1 equal to ln. Second one, ln minus 1 plus ln plus 1 equal to 5 into fn. അതായത് ഫിബൊനാച്ചി നമ്പേഴ്സും ലൂക്കാസ് നമ്പേഴ്സും തമ്മിലുള്ള റിലേഷനാണ് ആദ്യത്തത്. രണ്ടാമത്തതും അവ തമ്മിലുള്ള അനദർ റിലേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. ബിനെറ്റ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എഫ് എൻ എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു എൻ മൈനസ് ബീറ്റ റൈസ് ടു എൻ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ. എൽ എൻ ഈക്വൽ ടു ആൽഫ റൈസ് ടു എൻ പ്ലസ് ബീറ്റ റൈസ് ടു എൻ. ആൽഫ നമുക്കറിയാം 1 പ്ലസ് റൂട്ട് 5 ബൈ 2, ബീറ്റ ഈക്വൽ ടു 1 മൈനസ് റൂട്ട് 5 ബൈ 2. അപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് എഴുതി നോക്കാം. എഫ് എൻ മൈനസ് 1 പ്ലസ് എഫ് എൻ പ്ലസ് 1. fn minus 1 plus fn plus 1. fn plus 1. So fn minus 1. fn ഇതാണെങ്കിൽ fn minus 1 എന്തായിരിക്കും? n-ൻ്റെ സ്ഥാനത്ത് n minus 1 കൊടുത്താൽ മതി. ആൽഫ റൈസ് ടു n minus 1 മൈനസ് ബീറ്റ റൈസ് ടു n minus 1 ഡിവൈഡ് ബൈ ആൽഫ മൈനസ് ബീറ്റ. ഓക്കെ, സോ അതുപോലെ എഫ് എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു എൻ പ്ലസ് 1 മൈനസ് ബീറ്റ റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ ആൽഫ മൈനസ് ബീറ്റ. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൽഫ റൈസ് ടു എൻ മൈനസ് 1 മൈനസ് ബീറ്റ റൈസ് ടു എൻ മൈനസ് 1 ബൈ ആൽഫ മൈനസ് ബീറ്റ പ്ലസ് ആൽഫ റൈസ് ടു എൻ പ്ലസ് 1 മൈനസ് ബീറ്റ റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ alpha minus beta. So alpha minus beta denominator common ആണ്, whole divided by alpha minus beta. alpha raised to n minus 1 ഈ രണ്ട് ടേം ഒരുമിച്ച് എഴുതുന്നുണ്ട്, പ്ലസ് ആൽഫ റൈസ് ടു എൻ പ്ലസ് 1. അതേപോലെ ഈ രണ്ട് ടേം മൈനസ് ബീറ്റ റൈസ് ടു എൻ മൈനസ് 1 മൈനസ് രണ്ടിനും മൈനസ് ഉണ്ടാവും ബീറ്റ റൈസ് ടു എൻ പ്ലസ് 1. ഇനി ഇതിന്ന് രണ്ടൊന്നും
ആൽഫ റൈസ് ടു എൻ മൈനസ് വൺ ഔട്ട് സൈഡ് എടുക്കും. ആൽഫ റൈസ് ടു എൻ മൈനസ് വൺ ഒരു 1 പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് വരും. 1 പ്ലസ് ആൽഫ സ്ക്വയർ മൈനസ് ഇവിടുന്ന് ബീറ്റ റൈസ് ടു എൻ മൈനസ് വൺ ഔട്ട് സൈഡ് എടുക്കും. ബീറ്റ റൈസ് ടു എൻ മൈനസ് വൺ 1 പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ആൽഫ മൈനസ് ബീറ്റ. ഇനി നമ്മൾ ഓരോ ടേമും കാണണം. 1 പ്ലസ് ആൽഫ സ്ക്വയർ, 1 പ്ലസ് ബീറ്റ സ്ക്വയർ ആൻഡ് ആൽഫ മൈനസ് ബീറ്റ. സോ 1 പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് റൂട്ട് 5/2 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു റൂട്ട് 5 പ്ലസ് റൂട്ട് 5 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4. അപ്പോൾ 1 പ്ലസ് ഇവിടെ 1 പ്ലസ് 2 റൂട്ട് 5 പ്ലസ് റൂട്ട് 5ൻ്റെ സ്ക്വയർ 5 ബൈ 4. ഈ 1 ഇൻറ്റു 4 ഡിനോമിനേറ്റർ കോമൺ ആക്കും. 4 പ്ലസ് 1 പ്ലസ് 2 റൂട്ട് 5 പ്ലസ് 5 ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ 4 ദാറ്റ്സ് ഈക്വൽ ടു 4 പ്ലസ് 5 പ്ലസ് 5 10 പ്ലസ് റൂട്ട് 5/4. ഇപ്പോൾ 2 കോമൺ ആണ്, ക്യാൻസൽ ചെയ്താൽ 5 പ്ലസ് റൂട്ട് 5/2. അതൊന്ന് ഈ 5നെ നമുക്ക് റൂട്ട് 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് റൂട്ട് 5/2. അപ്പോൾ ഒരു റൂട്ട് 5 ഔട്ട് സൈഡ് എടുക്കാം. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് റൂട്ട് 5 ഇൻറ്റു ഈ റൂട്ട് 5 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൽഫ. സോ വി ഗെറ്റ് റൂട്ട് 5 ആൽഫ. ഇത് 1 പ്ലസ് ആൽഫ സ്ക്വയർ ആണ്. ഇനി ഇതുപോലെ 1 പ്ലസ് ബീറ്റ സ്ക്വയർ കാണണം. 1 പ്ലസ് ബീറ്റ സ്ക്വയർ 1 പ്ലസ് 1 മൈനസ് റൂട്ട് 5/2 ഹോൾ സ്ക്വയർ. ബീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് റൂട്ട് 5 ഡിവൈഡ് ബൈ 2 ആണ്. 1 പ്ലസ് 1 മൈനസ് 2 റൂട്ട് 5 പ്ലസ് റൂട്ട് 5 ഹോൾ സ്ക്വയർ ബൈ 4 a minus b whole square. So 4 plus 1 minus 2 root 5 plus 5 divided by 4. Oh, 4 plus 5, 4 plus 1 5, 5 plus 5 10. 10 minus 2 root 5/4. നേരത്തെ പോലെ 2 ക്യാൻസൽ ചെയ്താൽ 5 മൈനസ് റൂട്ട് 5/4. root 5 taken outside, we get root 5 into root 5 minus 1. ഇവിടെ 4 അല്ല, ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് പോലോ 2. അപ്പോൾ ഈ റൂട്ട് 5 മൈനസ് 1/2നെ നമുക്ക് റൂട്ട് 5 മൈനസ് 1നെ 1 മൈനസ് റൂട്ട് 5 എന്ന് എഴുതാം. 1 മൈനസ് റൂട്ട് 5/2. അപ്പോൾ 1 മൈനസ് റൂട്ട് 5 മൈനസ് 1നെ 1 മൈനസ് എന്ന് എഴുതിയതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് റൂട്ട് 5 ഇതെന്താണ്? 1 മൈനസ് റൂട്ട് 5/2. 1 മൈനസ് റൂട്ട് 5/2 എന്ന് പറയുന്നത് ബീറ്റയാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ബീറ്റ. ദിസ് ഈസ് 1 പ്ലസ് ബീറ്റ സ്ക്വയർ. ഇനി അതിലൊരു ടേം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ആൽഫ മൈനസ് ബീറ്റ ഡിനോമിനേറ്റർ. അപ്പോൾ 1 പ്ലസ് റൂട്ട് 5/2 മൈനസ് 1 മൈനസ് റൂട്ട് 5/2. ഇപ്പോൾ 2 കോമൺ ആണ് ഡിനോമിനേറ്റർ. 1 പ്ലസ് റൂട്ട് 5 മൈനസ് 1 മൈനസ് മൈനസ് പ്ലസ് ആവും. -1 പ്ലസ് റൂട്ട് 5. സോ 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോവും. 2 റൂട്ട് 5/2 that's equal to root 5. That is alpha minus beta. സോ എല്ലാ ടേമും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷനിൽ ആൽഫ റൈസ് ടു n മൈനസ് 1 1 പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 5 ആൽഫ
മൈനസ് ബീറ്റ റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് √5 ബീറ്റ ബൈ ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ √5. അപ്പോൾ √5 ഒന്നുകൂടെ എഴുതാം. ആൽഫ റൈസ് ടു എൻ മൈനസ് 1 √5 ആൽഫ മൈനസ് ബീറ്റ റൈസ് ടു എൻ മൈനസ് 1 മൈനസ് √5 ബീറ്റ ഹോൾ ഡിവൈഡ് ബൈ √5. അപ്പോൾ √5 എഴുതി. ദെൻ ആൽഫ റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ആൽഫ, ദറ്റ് ഈസ് ആൽഫ റൈസ് ടു എൻ. ഈ മൈനസ് മൈനസ് പ്ലസ് ആവും. √5 ഇവിടെ ബീറ്റ റൈസ് ടു എൻ ഡിവൈഡ് ബൈ √5. അപ്പോൾ √5 ഒക്കെ ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് ആൽഫ റൈസ് ടു എൻ പ്ലസ് ബീറ്റ റൈസ് ടു എൻ. ആൽഫ റൈസ് ടു എൻ പ്ലസ് ബീറ്റ റൈസ് ടു എൻ. It is by Binet's formula. It is ln. So we get the first problem, that is the solution of the first problem, that is fn minus 1 plus fn plus 1 equal to ln. Now we have to prove the second one. Second one is ln minus 1 plus ln plus 1 equal to 5 into fn എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇതിൽ നമ്മൾ ln മൈനസ് 1ൻ്റെ ഡെഫിനിഷൻ എഴുതും. ln മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈ ബിനെറ്റ്സ് ഫോർമുല ln equal to alpha raised to n plus beta raised to n ആണ്. So ln equal to alpha raised to n plus beta raised to n. അപ്പോൾ ln minus 1 എന്ന് പറഞ്ഞാൽ alpha raised to n minus 1 plus beta raised to n minus 1. അതുപോലെ ln plus 1 എന്ന് പറഞ്ഞാൽ alpha raised to n plus 1 plus beta raised to n plus 1. So substitute ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ln മൈനസ് 1 പ്ലസ് ln പ്ലസ് 1 ഈക്വൽ ടു ആൽഫ റൈസ് ടു n മൈനസ് 1 പ്ലസ് ബീറ്റ റൈസ് ടു n മൈനസ് 1 പ്ലസ് ആൽഫ റൈസ് ടു n പ്ലസ് 1 പ്ലസ് ബീറ്റ റൈസ് ടു n പ്ലസ് 1. അപ്പോൾ ആദ്യത്തിൽ നിന്ന് ആൽഫ റൈസ് ടു n മൈനസ് 1 ആൽഫയുടെ ടേം ഒന്ന് പുറത്തെടുത്താൽ 1 പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് ബീറ്റയുടെ 2 ടേം ഉണ്ടാവും. അതിൽ നിന്ന് ബീറ്റ റൈസ് ടു n മൈനസ് 1 ഔട്ട് സൈഡ് എടുത്താൽ 1 പ്ലസ് ബീറ്റ സ്ക്വയർ എന്നുണ്ടാവും. അപ്പോൾ 1 പ്ലസ് ആൽഫ സ്ക്വയറും 1 പ്ലസ് ബീറ്റ സ്ക്വയറും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആൽഫ റൈസ് ടു n മൈനസ് 1 പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √5 ആൽഫ പ്ലസ് ബീറ്റ റൈസ് ടു n മൈനസ് 1 പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് √5 ബീറ്റ. So alpha raised to n minus 1 ഇവിടെ √5 നമ്പറാണ്. ആൽഫ റൈസ് ടു n മൈനസ് 1 ആൽഫയെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൽഫ റൈസ് ടു n മൈനസ് ഇവിടെ √5 ഇവിടെ ബീറ്റ റൈസ് ടു n മൈനസ് 1 ബീറ്റയെ മൾട്ടിപ്ലൈ ചെയ്താൽ ബീറ്റ റൈസ് ടു n. സോ √5 ഇൻറ്റു ആൽഫ റൈസ് ടു n മൈനസ് ബീറ്റ റൈസ് ടു n. സോ നമ്മൾ നെക്സ്റ്റ് പ്രീവിയസ് കേസിൽ പ്രൂവ് ചെയ്തിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ ഈ പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തത് fn മൈനസ് 1 പ്ലസ് fn ഈക്വൽ ടു ln എന്നാണ്. അതുപോലെ ആൽഫ റൈസ് ടു n മൈനസ് ബീറ്റ റൈസ് ടു n എന്നതിനെ നമുക്ക് ആൽഫ റൈസ് ടു n മൈനസ് ബീറ്റ റൈസ് ടു n എന്നതിനെ fn ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ എന്നെഴുതാം. കാരണം ബൈ ബെനറ്റ്സ് ഫോർമുല വി ഹാവ് ബെനറ്റ്സ് ഫോർമുല അനുസരിച്ച് fn എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു n മൈനസ് ബീറ്റ റൈസ് ടു n ഡിവൈഡ് ബൈ ആൽഫ മൈനസ് ബീറ്റയാണ്. അപ്പോൾ ഇതിൽ നിന്ന്
ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു എഫ് എൻ എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൽഫ റൈസ് ടു എൻ മൈനസ് ബീറ്റ റൈസ് ടു എൻ എന്ന് കിട്ടും. അപ്പോൾ ആൽഫ റൈസ് ടു എൻ മൈനസ് ബീറ്റ റൈസ് ടു എന്നിന് പകരം ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു എഫ് എൻ എന്ന് എഴുതാം. സോ √5 ഇൻറ്റു ആൽഫ റൈസ് ടു എൻ മൈനസ് ബീറ്റ റൈസ് ടു എന്നിന് പകരം എഫ് എൻ ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ. √5 ഇൻറ്റു എഫ് എൻ ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ അതും നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പ്രൂവ് ചെയ്താണ്. ഇറ്റ് ഈസ് √5. √5 ഇൻറ്റു √5 ദാറ്റ് ഈസ് 5 എഫ് എൻ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി സെക്കൻഡ് പാർട്ട്. ഓക്കെ, താങ്ക് യു.